നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് എൻവയൺമെന്റൽ എഞ്ചിനീയറിംഗ്. അപ്പം നമ്മൾ 4th മോഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? അതായത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റും അതിൻ്റെ ഡിസ്പോസലും അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് 3 ക്ലാസിഫൈ ചെയ്തിരുന്നു അല്ലേ? പ്രിലിമിനറി ട്രീറ്റ്മെന്റ്, പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലേ? പിന്നെ കുറച്ച് കൂടിയത് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ് പ്രോസസ് ഉണ്ട്, അഥവാ ടെറിഷ്യറി ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറയും. ഓക്കെ. പിന്നെ അതുപോലെ കുറച്ച് മിസലേനിയസ് മെത്തേഡ്സും, അതായത് നമ്മുടെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ്, അതൊക്കെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള വേറൊരു സംവിധാനം, അതാണ് മിസലേനിയസ് ട്രീറ്റ്മെന്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെന്റിലെ 3 കോമ്പണൻസ് നമ്മൾ നോക്കി. ഏതൊക്കെയായിരുന്നു? സ്ക്രീൻസ്, ഗ്രിറ്റ് ചേംബർ, സ്കിമ്മിങ് ടാങ്ക് അല്ലെ? ഈ 3 കോമ്പണൻസ് നോക്കി. അതിനുശേഷം പ്രൈമറി ട്രീറ്റ്മെന്റിൽ പ്രൈമറി സെഡിമെന്റേഷൻ ടാങ്ക് നോക്കി. അപ്പൊ അത് വിത്ത് കൊയാഗുലേഷനോ വിത്തൗട്ട് കൊയാഗുലേഷനോ ആവാം. പിന്നെ അടുത്തത് സെക്കൻഡറി ട്രീറ്റ്മെന്റ്. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ എന്തൊക്കെയാ നമ്മൾ നോക്കിയത്? ട്രിക്ലിംഗ് ഫിൽറ്റർ, ഇന്റർമിറ്റന്റ് സാൻഡ് ഫിൽറ്റേഴ്സ് നോക്കി. പിന്നെ കോണ്ടാക്ട് ബെഡ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് അല്ലെ, അഥവാ ASP എന്ന ഷോർട്ടായിട്ട് പറയും. ASP നോക്കി. പിന്നെ സെക്കൻഡറി സെഡിമെന്റേഷൻ ടാങ്കിനെ കുറിച്ച് നോക്കി അല്ലെ? പിന്നെ അതിൽ വരുന്ന സ്ലഡ്ജ് ഡൈജഷൻ, പിന്നെ അതുപോലെ ഡ്രൈയിങ് ബെഡ്, ഇതെല്ലാം നോക്കിയിരുന്നു അല്ലെ? അപ്പൊ അതൊക്കെയാണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ നോക്കിയത്. പിന്നെ കുറച്ച് ഡിസ്പോസൽ മെത്തേഡ്സ് നമ്മൾ നോക്കിയിരുന്നു. ഒന്നെങ്കിൽ സോയിലിൽ നമുക്ക് സ്പ്രെഡ് ചെയ്തിടാം, അല്ലെങ്കിൽ ലഗൂണിങ്. എന്താണ് ലഗൂണിങ്? ഒരു എർത്തേൺ പിറ്റ് ഉണ്ടാക്കുക അല്ലെ? പിറ്റ് ഉണ്ടാക്കിയിട്ട് വേസ്റ്റ് എല്ലാം അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക, അതിലേക്ക് കൊടുക്കുക. അപ്പൊ കുറച്ച് ടൈം എടുത്ത് അതിൽ ഓക്സിഡേഷൻ നടക്കും, ഓർഗാനിക് വേസ്റ്റിന്റെ ഓക്സിഡേഷൻ നടക്കും, പിന്നെ കുറെ സെഡിമെന്റേഷൻ നടക്കും അല്ലെ? പിന്നെ അതുപോലെ ഡംപിങ് ചെയ്യാം, അല്ലെങ്കിൽ ലാൻഡ് ഫില്ല് വഴി നമ്മൾ കുഴി കുഴിച്ച് ഓരോ ലെയറായിട്ട് വേസ്റ്റ് ഇടുന്നത് അല്ലെ? വേസ്റ്റ് ഇട്ട് പിന്നെ ഒരു ലെയർ മണ്ണ് വെച്ച് പിന്നെ ഒരു ലെയർ വേസ്റ്റ് ഇട്ട് അങ്ങനെ. അതല്ലെങ്കിൽ ഡ്രൈയിങ് ബെഡിൽ നമുക്ക് ഡ്രൈ ചെയ്യാനിടാം, സ്ലഡ്ജ് ഒക്കെ അല്ലെ? അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാം, ഇൻസിനറേറ്റ് ചെയ്യാം. ഒന്നും അല്ലെങ്കിൽ പുഴയിലേക്കോ കടലിലേക്കൊക്കെ ഒഴുക്കി കളയാം. ട്രീറ്റ് ചെയ്ത വേസ്റ്റ് കേട്ടോ. ട്രീറ്റ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പാടൂ. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് സ്ലഡ്ജ് ഡിസ്പോസ് ചെയ്യാം എന്നുള്ളത് കണ്ടു. അതിനുശേഷം നമ്മൾ മിസലേനിയസ് ട്രീറ്റ്മെന്റിൽ 2 ടാങ്കുകളാണ് നോക്കിയത് അല്ലെ? ഏതൊക്കെയായിരുന്നു? നമ്മുടെ സെപ്റ്റിക് ടാങ്ക്, അതുപോലെ ഇംഹോഫ് ടാങ്ക് അല്ലെ? ഇംഹോഫ് ടാങ്കും സെപ്റ്റിക് ടാങ്കും. അപ്പൊ അതിനെ കുറിച്ച് നോക്കി. അതാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്കിനി എങ്ങനെ നമുക്ക് ഈ ട്രീറ്റ് ചെയ്ത വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പൊ ഡിസ്പോസൽ ഓഫ് സീവേജ്. ഈ സീവേജ് നമുക്ക് എങ്ങനെ ഡിസ്പോസ് ചെയ്ത് കളയാൻ സാധിക്കും നോക്കാം. So liquid effluent of treatment plant is to be disposed properly to avoid any further adverse effects. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലൊക്കെ ട്രീറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു വെള്ളം അല്ലെ, ലിക്വിഡ് എഫ്ലുവന്റ് എന്നാണ് അതിനെ പറയുക. ഓക്കെ. ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും അല്ലെ, വെള്ളം പോലെ ഇരിക്കുന്ന
എഫ്ലുവന്റ്. എഫ്ലുവന്റ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ വരുന്ന ആ ഒരു ഭാഗമാണ് എഫ്ലുവന്റ്. അപ്പൊ ആ എഫ്ലുവന്റിനെ നമ്മൾ നല്ല രീതിയിൽ തന്നെ എവിടേക്കെങ്കിലൊക്കെ ഒഴുക്കി വിടണം. അപ്പൊ മെയിൻലി നമുക്ക് 4 മെത്തേഡ്സ് ആണ് സീവേജ് ഡിസ്പോസലിൽ പറയുന്നത്. ഡിസ്പോസൽ ഓൺ ലാൻഡ്, ഡിസ്പോസൽ ഇൻ വാട്ടർ, ഒന്നെങ്കിൽ ലാൻഡിൽ ഡിസ്പോസ് ചെയ്യാം അല്ലെങ്കിൽ വെള്ളത്തിൽ ഡിസ്പോസ് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ വെള്ളത്തിലേക്ക് അങ്ങ് ഒഴുക്കി വിടാം. അല്ലെങ്കിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റീയൂസ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഈ വേസ്റ്റ് വാട്ടർ നമുക്ക് റീയൂസ് ചെയ്യാം അല്ലേ? അതും ഒരു ഓപ്ഷൻ ആണ്. ഇപ്പൊ ചിലരൊക്കെ ഈ വെള്ളം വീട്ടിലൊക്കെ ഇപ്പൊ നമ്മൾ സിങ്കിലൊക്കെ ഉപയോഗിക്കുന്ന അതുപോലത്തെ അത്ര കോൺസെൻട്രേറ്റഡ് അല്ലാത്ത വേസ്റ്റ് വാട്ടർ ഒക്കെ പല വീടുകളിലും ട്രീറ്റ് ചെയ്ത് അവരത് ഗാർഡനിങ്ങിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും, റീയൂസ് ചെയ്യാം അല്ലേ? പിന്നെ അതുപോലെ കുറച്ച് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്ന് നോക്കാം. ആദ്യം ഡിസ്പോസൽ ഓൺ ലാൻഡ്. So before disposing on land, it's verified whether the pollutants are removed to such an extent as to satisfy the standards for disposal. അപ്പോൾ നമുക്ക് ഈ ഡിസ്പോസ് ചെയ്ത് കളയുന്നതിന് മുന്നേ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഓരോ എന്താ പറയാ ആ വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള മിനറൽസും ഇന്ന അളവിലേ ഉണ്ടാവാൻ പാടും. അതിൽ കൂടിക്കഴിഞ്ഞാൽ ആ ഒരു വേസ്റ്റ് വാട്ടർ ഇപ്പോഴും ടോക്സിക് ആണ്. ഓക്കെ, അതിന് ദാറ്റ് ക്യാൻ ഹാം ദ അക്വാട്ടിക് ലൈഫ് അല്ലെങ്കിൽ ഹാം ദ എന്താണ് ലൈഫ്. അതിപ്പോ ലാൻഡിലുള്ള ഏതെങ്കിലും ബാക്ടീരിയാസിനെയോ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ ലിമിറ്റിൽ എല്ലാ മിനറൽസും എത്തിയാലേ ഈ പറഞ്ഞ ഡിസ്പോസലൊക്കെ പോസിബിൾ ഉള്ളൂ. So liquid effluent is used for irrigation purpose. അപ്പോൾ നമുക്ക് ഈ ലാൻഡിൽ എങ്ങനെ ഉപയോഗിക്കാം? ലാൻഡിൽ ഇറിഗേഷൻ അല്ലേ? പാടത്തൊക്കെ വെള്ളം കൊടുക്കാൻ ഒക്കെ നമുക്ക് ഈ ഒരു ലിക്വിഡ് എഫ്ലുവന്റ് എടുക്കാം. നമ്മൾ പറഞ്ഞ ഗാർഡനിങ് അല്ലേ? മെത്തേഡ്സ് ഫോർ ലാൻഡ് ഇറിഗേഷൻ. ലാൻഡ് ഇറിഗേഷൻ എന്ന് പറയുന്നത് അതിന്റെ വേറൊരു നമ്മൾ ഈ സീവേജ് വെച്ച് ഇറിഗേറ്റ് ചെയ്യുന്നതിനെയാണ് സീവേജ് ഫാമിംഗ് എന്ന് പറയാം. അപ്പൊ ഈ സീവേജ് വെച്ച് ഇറിഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ ലിക്വിഡ് എഫ്ലുവന്റ്, ആ ലിക്വിഡ് എഫ്ലുവന്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഈ ലിക്വിഡ് എഫ്ലുവന്റിനാണ് ലാൻഡിൽ കൊടുക്കുന്നത് കേട്ടോ. അല്ലാണ്ട് സീവേജ് നേരെ ലാൻഡിലേക്ക് കൊടുക്കാൻ പാടില്ല. ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം അതിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി, ഓക്കെ, ഹാംഫുൾ ആയിട്ടുള്ള എല്ലാ മിനറൽസും ഒഴിവാക്കി ലാൻഡിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യൂ? ഇറിഗേഷന് വേണ്ടി വെള്ളം കൊടുക്കൂ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു സീവേജ് ഇറിഗേഷൻ, അതിനെയാണ് സീവേജ് ഫാമിംഗ് എന്ന് വിളിക്കുക. സീവേജ് ഫാമിംഗ്. ഓക്കെ, സോ അങ്ങനെ സീവേജ് ഫാമിങ്ങിന്റെ 3 മെത്തേഡ്സ്. ഒന്നെങ്കിൽ ബ്രോഡ് ഇറിഗേഷൻ ഓർ സർഫസ് ഇറിഗേഷൻ അല്ലെ? നിങ്ങൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് 4ൽ പഠിച്ചിട്ടില്ലേ? ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അതിലുണ്ട് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ അല്ലെ? പല രീതിയിൽ നമുക്ക് പാടത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യാൻ സാധിക്കും. ഒന്നുകിൽ വെറുതെ ഒഴുക്കി വിടുക അല്ലെ? ബ്രോഡ് ഇറിഗേഷൻ ഓർ സർഫസ് ഇറിഗേഷൻ. അല്ലെങ്കിൽ സബ്സർഫസ് ഇറിഗേഷൻ, അതായത് ഭൂമിയുടെ അടിയിൽ സോയിലിന്റെ കുറച്ച് ഡെപ്തില് നമ്മൾ പൈപ്പ് ലൈൻസ് കൊടുക്കും. എന്നിട്ട് ആ പൈപ്പ് ലൈൻസിലൂടെ ചെറിയ ഹോൾസ് കൊടുക്കും ആ പൈപ്പ് ലൈനിൽ. അപ്പൊ ആ ഹോളിൽ നിന്ന് വെള്ളം ഉറ്റി ഉറ്റി ഒരു ഡ്രിപ്പ് ഇറിഗേഷൻ ഒക്കെ പോലെ വെള്ളം ഉറ്റും. അത് എന്ത് ചെയ്യും? പ്ലാന്റ്സിന്റെ റൂട്ട്സ്, വേരുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് തന്നെ വലിച്ചെടുക്കും. മറ്റേത് നമ്മൾ ലാൻഡിൽ കൊടുക്കുമ്പോൾ എന്നുവെച്ചാൽ സർഫസിൽ കൊടുക്കുമ്പോൾ ആ സർഫസിലുള്ള വെള്ളം താഴേക്ക് വന്ന് ആ വേരിന്റെ അടുത്ത് എത്തിയിട്ടാണ് വേര് വലിച്ചെടുക്കുന്നത് അല്ലെ? പക്ഷെങ്കിൽ ഇങ്ങനൊരു കേസിൽ സബ്സർഫസ് ഇറിഗേഷനിൽ വേരിന്റെ അടുത്ത് തന്നെ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം?
പെട്ടെന്ന് തന്നെ വേരിലൂടെ വെള്ളം വലിച്ച് മുകളിലേക്ക് പ്ലാന്റ്സിന് മുഴുവൻ എത്തിക്കും. ഓക്കെ. പിന്നെ അതുപോലെ റിഡ്ജ് ആൻഡ് ഫറോ ഇറിഗേഷൻ. കുറെ എന്താണ് റിഡ്ജസ് ആക്കി കൊടുക്കുക അല്ലെ, ഫീൽഡിനെ കുറെ റിഡ്ജസ് ആക്കി കൊടുക്കുക, വരമ്പുകളാക്കിയിട്ട് അല്ലേ, വരമ്പ് പോലെ കൊടുത്തിട്ട് അതിന്റെ ഇടയിൽ നമ്മൾ വെള്ളം സപ്ലൈ ചെയ്യുന്ന രീതി എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ, പാടത്തൊക്കെ പോയവരൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് റിഡ്ജ് ആൻഡ് ഫറോ മെത്തേഡ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് സീവേജ് ഫാമിങ്ങിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ ഒന്നാണ് ഇതാണ് കേട്ടോ റിഡ്ജ് ആൻഡ് ഫറോ ഇറിഗേഷൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ, വരമ്പുകൾ പോലെ ആക്കിയിട്ട് എന്നിട്ട് ഇടയിൽ വെള്ളം കൊടുക്കുക. ഓക്കെ. ഇനി അടുത്തത് ബ്രോഡ് ഇറിഗേഷൻ ഓർ സർഫസ് ഇറിഗേഷൻ. സർഫസ് ഇറിഗേഷൻ ആണ്. Sewage is allowed to flow over cultivable lands to grow crops like plantains, cottons, etc. അപ്പോൾ എന്താണ് ബ്രോഡ് ഇറിഗേഷൻ എന്ന് പറയാണ്? The amount of waste water that can be disposed depending on the climatic conditions, infiltration capacity of the soil, types of crops grown, etc. അതായത് നമ്മുടെ ബ്രോഡ് ഇറിഗേഷനിൽ എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു ഇപ്പോ അല്ലെ, ബ്രോഡ് ഇറിഗേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ലാൻഡിലേക്ക് വെള്ളം ഒഴുക്കി വിടും, എന്നിട്ട് ചെടികൾ ആ വെള്ളം എടുക്കും. അപ്പൊ എത്ര വെള്ളം നമ്മൾ കൊടുക്കണം എന്നുള്ളത് ആ സോയിലിന്റെ പ്രോപ്പർട്ടീസ്, അതുപോലെ ആ ചെടിയുടെ പ്രോപ്പർട്ടി. ചില ചെടികൾക്കൊക്കെ ഒരുപാട് വെള്ളം വേണ്ടി വരും അല്ലെ. നിങ്ങൾ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ പഠിച്ചിട്ടുണ്ടാവും, ഡ്യൂട്ടി, ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് അല്ലേ. ഡെൽറ്റ, ഓരോ ക്രോപ്പിന്റെയും ഡെൽറ്റ വ്യത്യാസമാണ് അല്ലെ. ഇപ്പൊ റൈസിന് ഡെൽറ്റ എന്ന് പറയുന്നത് 120 സെന്റിമീറ്റർ വെള്ളം വേണം അല്ലെ. അതായത് the depth of water required for the crop during its crop period അല്ലെ. അപ്പൊ ആ ഒരു ക്രോപ്പ് പീരീഡിൽ അതിന് വേണ്ട വെള്ളം, അതാണ് ഡെൽറ്റ, ഡെപ്ത് ഓഫ് വാട്ടർ, അതാണ് ഡെൽറ്റ. അപ്പൊ റൈസിനെ സംബന്ധിച്ച് ഒരുപാട് കൂടുതലാണ്. നേരെ മറിച്ച് നമ്മൾ വീറ്റ് എടുക്കുകയാണെങ്കിൽ കുറവാണ്. ഓക്കെ. അതുപോലെ ഓരോ ചെടിക്കും ഓരോ ഡെൽറ്റ ഉണ്ട്, ഇത്ര വെള്ളമാണ് വേണ്ടത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള വേസ്റ്റ് വാട്ടർ ആണ് എപ്പോഴും നമ്മൾ സപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. പിന്നെ അടുത്ത സബ്സർഫസ് ഇറിഗേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പൈപ്പ് ലൈൻസ് ഇതാണ് സോയിലിന്റെ അടിഭാഗത്ത് എന്ത് ചെയ്യും, നമ്മൾ നേരെ വേരിന്റെ അടുത്ത് തന്നെ ഒരു പൈപ്പ് ലൈൻ കൊടുത്തിട്ട് അതിൽ ഹോൾസ് കൊടുക്കും. അപ്പൊ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെ വെള്ളം വീഴും, വേര് നേരെ ആ വെള്ളം വലിച്ചെടുക്കും. So sewage is allowed to enter the land through distributors. അപ്പൊ ഈ പൈപ്പിന്റെ പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ. ഡിസ്ട്രിബ്യൂട്ടറിലൂടെയാണ് വെള്ളം സീവേജ് കടത്തിവിടുന്നത്. Drain pipes laid below the ground so as to collect it after evaporation, filtration by biological action, etc., during which the sewage gets purified. ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, നമ്മുടെ ഡ്രെയിൻ പൈപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. എല്ലാ വെള്ളവും ഈ ഡ്രെയിൻ പൈപ്പിലേക്ക് ഒഴുകും. അപ്പൊ എന്താണ്, എല്ലാ വെള്ളവും ഈ സോയിലിന്റെ ഉള്ളിലൂടെ പോകുമ്പോഴേക്ക് ഈ സീവേജ് വാട്ടർ ആണ്. അപ്പൊ അതിൽ എന്തെങ്കിലും ഇനിയും വല്ല വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ സോയിലിന്റെ ഉള്ളിലൂടെ പോകുമ്പോഴേക്കും പ്യൂരിഫൈഡ് ആവും. ഓക്കെ. അതാണ് സബ്സർഫസ് ഇറിഗേഷൻ. പിന്നെ അടുത്ത റിഡ്ജ് ആൻഡ് ഫറോ മെത്തേഡ്. ഇതാ വരമ്പുകൾ കിട്ടിയിട്ട് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ. റിഡ്ജ് ആൻഡ് ഫറോ ഇറിഗേഷൻ. റിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ പൊന്തി നിൽക്കുന്ന ഭാഗമാണ്, ഫറോ എന്ന് പറയുന്നത് ഈ താഴ്ന്നു നിൽക്കുന്ന ഭാഗം. The land is flowed into ridges and furrows. Furrows are filled with sewage and crops are grown on the ridges. അപ്പൊ റിഡ്ജിന്റെ മുകളിലാണ് ചെടി വളർത്തുക, ഫറോസിലാണ് സീവേജ് വാട്ടർ സപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി അടുത്ത സീവേജ് സിക്നസ്. എന്താണ് സീവേജ് സിക്നസ്? കണ്ടിന്യൂസ് ഡിസ്പോസൽ ഓഫ് സീവേജ് ഓൺ ലാൻഡ് may lead to the condition called sewage sickness.
അപ്പൊ നമ്മൾ ഒരുപാട് വേസ്റ്റ് സീവേജ് ലാൻഡിലേക്ക് അങ്ങോട്ട് ഒഴുക്കി വിട്ടാൽ എന്ത് പറ്റും? ലാൻഡില് സീവേജ് സിക്നെസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ വരും. ഓക്കെ, ഒരുപാട് വേസ്റ്റ് വെറുതെ ലാൻഡിലേക്ക് ഒഴുക്കി വിട്ടാൽ ലാൻഡിൽ വരുന്ന ആ ഒരു കണ്ടീഷൻ ആണ് സീവേജ് സിക്നെസ്. By such continuous application, pores of soils get clogged, preventing free circulation of air. അപ്പോൾ എന്താ നടക്കുന്നത്? ഒരുപാട് വേസ്റ്റ് വാട്ടർ നമ്മൾ ഇങ്ങനെ ലാൻഡിലേക്ക് ഒഴുക്കി വിട്ടാൽ വേസ്റ്റ് വാട്ടർ എല്ലാം കൂടെ എന്ത് ചെയ്യും? അതിലത്തെ ഓരോ വേസ്റ്റ് പാർട്ടിക്കിൾസും ഈ മണ്ണിൽ അടങ്ങിയിട്ടുള്ള വോയിഡ് സ്പേസിൽ, വോയിഡ് സ്പേസ് അറിയാലോ അല്ലെ? രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇടയിൽ നിൽക്കുന്ന ചെറിയ സ്ഥലം, എംപ്റ്റി സ്പേസ്, അതിനെയാണ് വോയിഡ് എന്ന് പറയാം അല്ലെ? അപ്പൊ ഈ വോയിഡ്സിൽ ഈ പാർട്ടിക്കിൾസ് എല്ലാം വന്നങ്ങ് കുടുങ്ങി നിൽക്കും. അങ്ങനെ കുടുങ്ങി നിൽക്കുമ്പോൾ എന്ത് പറ്റും? സോയിലിന് ഒരു എയർ സർക്കുലേഷൻ ഉണ്ടാവില്ല. കാരണം എയർ സർക്കുലേഷനുള്ള വഴിയിലൊക്കെ ഈ സോയിൽ, ഈ വേസ്റ്റ് പാർട്ടിക്കിൾസ് വന്ന് തങ്ങി നിൽക്കുകയാണ് അല്ലെ? This prevents the aerobic biological action and thus the purifying capacity of land is reduced. അപ്പോൾ എന്ത് പറ്റും? എയറോബിക് ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടാവും സോയിലിൽ. അപ്പൊ എയറോബിക് ബാക്ടീരിയാസിനൊന്നും ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരും. അപ്പൊ അതൊക്കെ ചത്തുപോകും. അപ്പൊ നമ്മുടെ മണ്ണിന് പ്യൂരിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. ആ ഒരു കണ്ടീഷനെയാണ് സീവേജ് സിക്നെസ് എന്ന് പറയുക. Such adverse phenomenon is stopped by എങ്ങനെ നമുക്ക് നിർത്താൻ സാധിക്കും? by applying pre-treated sewage instead of raw sewage. നമ്മുടെ വേസ്റ്റ് അതേപോലെ ഒഴുക്കുന്നതിന് പകരം ട്രീറ്റ് ചെയ്തതിന് ശേഷം ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന എഫ്ലുവന്റ് ആണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത് അല്ലേ? പിന്നെ അതുപോലെ സ്റ്റോപ്പിംഗ് ആപ്ലിക്കേഷൻ ഓഫ് സീവേജ് ഓൺ ടു ദോസ് ലാൻഡ്സ് ഫോർ സർട്ടൻ പീരീഡ്. പിന്നെ അതുപോലെ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കുറച്ചു കാലത്തേക്ക് നമ്മൾ സീവേജ് ഒഴുക്കി വിടുന്നത് നിർത്തുക. ഓക്കെ, അങ്ങനെയും നമുക്ക് സീവേജ് സിക്നെസ് തടയാൻ സാധിക്കും. പിന്നെ അതുപോലെ ബൈ ദ റൊട്ടേഷൻ ഓഫ് ക്രോപ്സ്. ഓക്കെ, ക്രോപ്പ് റൊട്ടേഷൻ, അതായത് ഇപ്പൊ ചില ചെടികള് ഒരു സ്ഥലത്ത് ഒരു ചെടി നമ്മൾ വളർത്തി, അത് കഴിഞ്ഞാൽ അതിന്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ടൈപ്പ് ചെടി വളർത്തുക. ഓക്കെ, അല്ലാതെ ഒരേ പോലത്തെ ചെടി തന്നെ വീണ്ടും വീണ്ടും വളർത്താതെ മാറി മാറി വളർത്തുക. അതിനെയാണ് ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറയുക. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സീവേജ് സിക്നെസ് തടയാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നോക്കിയത് ഡിസ്പോസൽ ഓൺ ലാൻഡ് ആണ് അല്ലെ? ഇനി ഡിസ്പോസൽ ഇൻ വാട്ടർ, വെള്ളത്തിൽ നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പോവാണ്. അതിന്റെ വേറെ പേരാണ് ഡൈല്യൂഷൻ ടെക്നിക്. എന്നുവെച്ചാൽ നമ്മൾ ആ ഒരു ലിക്വിഡ് എഫ്ലുവന്റ് വെള്ളത്തിലേക്ക് ഡിസ്പോസ് ചെയ്യുന്നതോടുകൂടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ആയി പോകും അല്ലെ? വേസ്റ്റ് എല്ലാം ഡൈല്യൂട്ട് ആയി പോകും. വലിയ വെള്ളത്തിന്റെ സോഴ്സ് ആണ്. നമുക്കറിയാം, നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഒരു നുള്ള് ഉപ്പിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പ് പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞു പോകും അല്ലെ? ഉപ്പിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് അലിയാതെ അതുപോലെ തന്നെ വെള്ളത്തിൽ കിടക്കും. പക്ഷേങ്കിൽ വെള്ളത്തിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ ഒരു പിഞ്ച് സോൾട്ട് നമ്മൾ ആഡ് ചെയ്താൽ അത് അലിഞ്ഞങ്ങ് പോകും അല്ലെ? അതുപോലെയാണ് വലിയ വാട്ടർ സോഴ്സ് അല്ലെങ്കിൽ വലിയ ഓഷ്യൻ അല്ലെങ്കിൽ ഒരു കടലിൽ നമ്മൾ ലിക്വിഡ് എഫ്ലുവന്റ് ആഡ് ചെയ്താൽ അത് അവിടെ ഡൈല്യൂട്ട് ആയി അങ്ങ് പോകും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ ഡൈല്യൂഷൻ ടെക്നിക് എന്ന് വിളിക്കുന്നത്. The method involves disposing sewage in natural body of water, taking the advantage of its self-purification capacity due to natural aeration. അപ്പോൾ നമ്മുടെ ഈ ഒരു വാട്ടർ സോഴ്സിന് ഉള്ളൊരു പ്രത്യേകതയാണ് എന്ത്? സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതൊരു വാട്ടർ ബോഡിക്കും നല്ല ഒഴുക്കുള്ള, അത് ശ്രദ്ധിക്കണം, ഒഴുക്കുള്ള വെള്ളത്തിന് ഉള്ളൊരു പ്രത്യേകതയാണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ. അതായത് അത് സ്വയം ക്ലീൻ ആക്കും. ഒരു പരിധി വരെ നമ്മുടെ പുഴയാണെങ്കിലും
കടലാണെങ്കിലും ഒക്കെ സ്വയം പ്യൂരിഫൈ ചെയ്യും. ഓക്കെ, അതിന്റെ എയറേഷൻ, അതിലിങ്ങനെ എയർ ഓക്സിജൻ എപ്പോഴും വരുന്നുണ്ട് അതിലല്ലേ, കാരണം ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു അറ്റ്മോസ്ഫിയർ. അപ്പൊ അറ്റ്മോസ്ഫിയറിനോട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൽ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജൻ ഒക്കെ വെള്ളത്തിലേക്ക് ചെല്ലും. അങ്ങനെയാണ് നമ്മുടെ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടാവുന്നത് അല്ലേ വെള്ളത്തില്. അപ്പൊ ആ ഒരു ഡിസോൾവ്ഡ് ഓക്സിജൻ ഉള്ളത് കൊണ്ട് വെള്ളത്തില് അടങ്ങിയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട വേസ്റ്റ് ഒക്കെ ആ പുഴ ഒഴുകുമ്പോ ആ ഒഴുക്കിൽ തന്നെ അങ്ങോട്ട് പ്യൂരിഫൈ ആയി പോകും. ഓക്കെ, so the mechanisms responsible for self purification of water body are, അപ്പോൾ മെയിൻലി 4 മെക്കാനിസംസ് ആണ് അവിടെ നടക്കുന്നത്. ഈ സെൽഫ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സിൽ നടക്കുന്നത് മെയിൻലി 4 മെക്കാനിസം ആണ്. ഡൈല്യൂഷൻ, സെഡിമെന്റേഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ, സൺലൈറ്റ്. അപ്പോൾ ഒന്ന് ഡൈല്യൂട്ട് ആയി പോവും, പിന്നെ ഒരുമാതിരിപ്പെട്ട വലിയ വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ആണെങ്കിൽ താഴോട്ടേക്ക് അടിഞ്ഞുകൂടും, അതാണ് സെഡിമെന്റേഷൻ അല്ലെ. പിന്നെ അവിടെ ഓക്സിഡേഷൻ നടക്കാം, റിഡക്ഷൻ നടക്കാം, പിന്നെ സൺലൈറ്റിന്റെ പ്രസൻസിലാണ് അവിടെ ഈ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് അല്ലെ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സെൽഫ് പ്യൂരിഫിക്കേഷനിൽ അടങ്ങിയിട്ടുള്ള മെക്കാനിസംസ്. നമുക്ക് ഇതൊന്നും കൂടെ നോക്കാം, എന്താണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്നുള്ളത്. അഥവാ നിങ്ങളോട് നമ്മുടെ പാർട്ടിലൊക്കെ ക്വസ്റ്റ്യൻ വന്നാൽ വാട്ട് ഇസ് സെൽഫ് പ്യൂരിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിഫൈൻ സെൽഫ് പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ ചോദിച്ചാൽ എഴുതണമല്ലോ അല്ലെ. ദ ഫിനോമിനൻ ഓഫ് ഓട്ടോമാറ്റിക് പ്യൂരിഫിക്കേഷൻ ഓഫ് നാച്ചുറൽ വാട്ടർ ഇൻ ഡ്യൂ കോഴ്സ് ഇസ് കോൾഡ് സെൽഫ് പ്യൂരിഫിക്കേഷൻ. എന്താണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ? the automatic purification of natural water. നാച്ചുറൽ വാട്ടറിന്റെ ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന പ്യൂരിഫിക്കേഷൻ, നമ്മൾ ചെയ്യുന്നതല്ല, അത് സ്വന്തമായി ചെയ്യുന്ന പ്യൂരിഫിക്കേഷൻ പ്രോസസ്, അതാണ് സെൽഫ് പ്യൂരിഫിക്കേഷൻ. So care should be taken to see that the effluents are treated for the removal of pollutants below tolerance limit before being discharged into natural water bodies. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ വാട്ടർ ബോഡിയിലേക്ക് ഇതാ ഒരു പൈപ്പ് വരുന്നുണ്ട് അല്ലെ, ആ പൈപ്പിലൂടെ വെള്ളം ഡിസ്പോസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കണം ആ ഡിസ്പോസ് ചെയ്യുന്ന സീവേജ് അല്ലെങ്കിൽ എഫ്ലുവന്റ് നമ്മുടെ ടോളറൻസ് ലിമിറ്റിൽ തന്നെയല്ലേ എന്നുള്ളത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള പൊല്യൂട്ടൻസ് ഒക്കെ ടോളറൻസ് ലിമിറ്റിൽ തന്നെയല്ലേ എന്നുള്ളത് ഉറപ്പുവരുത്തണം. In this method, the effluent may be discharged into any one of the nearby water bodies. അപ്പോൾ ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിയിലേക്ക് എഫ്ലുവന്റിനെ കൊടുക്കാം. ഒന്നെങ്കിൽ into lake, disposal into lakes, അല്ലെങ്കിൽ disposal into river and streams, അല്ലെങ്കിൽ disposal into estuaries. Estuary എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ പുഴയും കടലും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റ്, അതിനെയാണ് ഈസ്ട്രീസ് എന്ന് പറയാം. ആ ഈസ്ട്രീസിലേക്കും ചില കേസസിൽ നമ്മൾ ഡിസ്പോസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, പിന്നെ അടുത്തതാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റീയൂസ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഇറ്റ്സ് ഇംപോസിബിൾ ടു റീയൂസ് കംപ്ലീറ്റ്ലി. നമുക്ക് നമ്മുടെ വേസ്റ്റ് വാട്ടർ മുഴുവൻ അതേപോലെ റീയൂസ് ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. So water reuse is classified according to use, or എവിടേക്ക് നമുക്ക് വെള്ളം റീയൂസ് ചെയ്യാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 5 ആയി ക്ലാസിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ മുനിസിപ്പൽ റീയൂസ് ഫോർ പാർക്ക്, ലോൺസ്, ഗോൾഫ് കോഴ്സ് അല്ലെ, ഗോൾഫ് കോഴ്സ് വാട്ടറിങ്ങിനൊക്കെ പാർക്ക്, അതുപോലെ ലോണൊക്കെ നനയ്ക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ട്രീറ്റ് ചെയ്ത വേസ്റ്റ് വാട്ടർ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റീയൂസ്, ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കാം. ഇൻഡസ്ട്രീസിൽ എന്തായിട്ട് ഉപയോഗിക്കാം? കൂളിംഗ് ടവർ വാട്ടർ, ബോയിലർ ഫീഡ് വാട്ടർ ആൻഡ് പ്രോസസ് വാട്ടർ അല്ലെ. കൂളിംഗ് ടവർ ആയിട്ട്, അതായത് തണുപ്പിക്കാനൊക്കെ ചില ബോയിലേഴ്സിൽ തണുപ്പിക്കേണ്ട പ്രോസസ് ഉണ്ടാവും.
അല്ലെങ്കിൽ ചൂടാക്കേണ്ട പ്രോസസ് ഉണ്ടാവും അല്ലെ. അങ്ങനത്തെ ഓരോ പ്രോസസ്സുകൾക്കൊക്കെ ഇൻഡസ്ട്രീസിൽ നമുക്ക് ഈ ഒരു എഫ്ലുവന്റ് യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അഗ്രികൾച്ചറൽ റീയൂസ് അല്ലെ, പാടത്തൊക്കെ സീവേജ് ഫാമിംഗ് എന്നല്ലേ പറയാ അല്ലെ. സീവേജ് ഫാമിംഗ് for irrigation of certain crops, orchards, forest and leaching of soils. Leaching of soil എന്ന് വെച്ചാൽ വെള്ളം സോയിലിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന പ്രോസസ്സിനെയാണ് ലീച്ചിങ് എന്ന് പറയാ. ഓക്കെ. പിന്നെ അതുപോലെ recreational reuse such as forming artificial lakes for boating etc. Recreation എന്ന് പറയുമ്പോൾ എന്താ? Recreational purpose എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് അല്ലെ. അതായത് ഇപ്പൊ ബോട്ടിങ് അതുപോലത്തെ പർപ്പസിന് വേണ്ടി നമുക്കൊരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഒക്കെ ഉണ്ടാക്കണം എന്ന് വെക്കാം. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എഫ്ലുവന്റ് കൊടുക്കാം. ഓക്കെ. പിന്നെ അതുപോലെ ഗ്രൗണ്ട് വാട്ടർ റീചാർജ് which is one of the most common methods of disposal of treated effluent to replenish groundwater supplies and to stop seawater intrusion into the aquifers. അപ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഗ്രൗണ്ട് വാട്ടർ റീചാർജ് ആണ്. അതായത് ഈ എഫ്ലുവൻസ് ഒക്കെ ഭൂമിയുടെ അടിയിലേക്കാണ് കൊടുക്കുന്നത്. ഓക്കെ. കാരണം നമ്മൾ പിന്നെ വെള്ളം ഭൂമിയുടെ അടിയിൽ നിന്ന് നമുക്ക് വെള്ളം എടുക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അടിയിലേക്ക് കൊടുത്താൽ അവിടുന്ന് ഈ വെള്ളം എന്ത് ചെയ്യും? പ്യൂരിഫൈ, പിന്നെ ബാക്കിയുള്ള പ്യൂരിഫിക്കേഷൻ ഒക്കെ അവിടുന്ന് നടക്കും. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് വെള്ളം റീയൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എങ്ങനെയൊക്കെ? ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എന്തൊക്കെയാണ് ഈ എഫ്ലുവന്റ് ഡിസ്പോസ് ചെയ്യാൻ? Untreated sewage may also be treated and disposed by the following methods. എങ്ങനെയൊക്കെ? ഒന്നെങ്കിൽ ഓക്സിഡേഷൻ പോണ്ട്, ഓക്സിഡേഷൻ ഡിച്ചസ്, എയറേറ്റഡ് ലഗൂണ്, അനൈറോബിക് ലഗൂൺസ്, ഇങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാം. These are called low cost treatment and disposal methods. ഇതെല്ലാം കോസ്റ്റ് കുറഞ്ഞ മെത്തേഡ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഓക്സിഡേഷൻ പോണ്ട്. എന്താണ് ഓക്സിഡേഷൻ പോണ്ട്? ഇതൊരു ലോ കോസ്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡ് ആണ് അല്ലെ, നമ്മൾ പറഞ്ഞു. It is suitable for tropical climates like ours where lot of sunshine is available and for rural areas where land requirement is not a big problem. അപ്പൊ ഈ ഓക്സിഡേഷൻ പോണ്ട് എവിടെയാണ് ഉപയോഗിക്കുക? നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ ഒരുപാട് ലാൻഡ് അവൈലബിൾ ആണെങ്കിൽ അല്ലെ, ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. It consists of a shallow basin, either natural or artificially excavated in the ground. Rectangular in plan. അപ്പോൾ റെക്ടാങ്കുലാർ ഷേപ്പിലുള്ള ഒരു ബേസിൻ അല്ലെ, അധികം ഡെപ്ത് ഇല്ല, ഡെപ്ത് വളരെ കുറവാണ്, അതാ ഷാലോ ആണ് അല്ലെ, ഒരു ഷാലോ റെക്ടാങ്കുലാർ ബേസിൻ. Bottom is level and unlined but compacted well to avoid seepage. അപ്പോൾ നമ്മുടെ ബോട്ടം എങ്ങനെയാണ്? നല്ലോണം കോമ്പാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, നല്ലോണം അടിച്ച് അമർത്തിയിട്ടുണ്ട്. പക്ഷേങ്കിൽ നമ്മൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല. ഓക്കെ. Slope of the bunds around the pond is 1:3 to 1:4. അപ്പോൾ ഈ ബണ്ടിന്റെ സൈഡിൽ കൊടുക്കുന്ന ചെറിയ എന്താണ് ബണ്ട് അല്ലെ, ആ ബണ്ട് ഒരു 1:3 to 1:4 സ്ലോപ്പിലാണ് കൊടുക്കുന്നത്. Depth of the pond is kept between 1 to 1.5 meter. അപ്പോൾ 1 മീറ്റർ ഡെപ്തേ ഉള്ളൂ. അപ്പൊ അത്രയും ഡെപ്ത് കുറഞ്ഞ ഷാലോ പോണ്ടുകളാണ്. Area of each pond may be between 0.5 to 1 hectare. അപ്പോൾ ഒരു പോണ്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ഹെക്ടർ അല്ലെങ്കിൽ 1 ഹെക്ടർ അല്ലെ. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ സ്ക്വയർ ആണ്? 10,000 മീറ്റർ സ്ക്വയർ ആണ് ഒരു ഹെക്ടർ. അപ്പൊ അത്രയും വലിയ പോണ്ടാണ്. അപ്പൊ സ്ഥലം ഒരുപാട് ആവശ്യമാണ് അല്ലെ, അതുപോലെ സൺലൈറ്റും ആവശ്യമാണ്. റിറ്റൻഷൻ പീരീഡ് എത്രയാ കൊടുക്കാറ്? അതായത് എത്ര കാലം വെള്ളം
ഈ ഒരു പോണ്ടിൽ അനക്കാതെ വെക്കും? വെള്ളം എന്ന് ഉദ്ദേശിക്കുന്ന എഫ്ലുവന്റ്. എഫ്ലുവന്റ് അനക്കാതെ വെക്കുക 7 ദിവസം ആണ് ജനറലി. ഓക്കെ, ഒരാഴ്ച നമ്മൾ അനക്കാതെ വെക്കും. അപ്പോൾ അതിലുള്ള വേസ്റ്റ് ഒക്കെ ഓക്സിഡൈസ്ഡ് ആവും. ഓക്കെ. Pond purifies sewage by dual action of aerobic bacteria and algae. അപ്പോൾ 2 ആക്ഷൻ ആണ് അവിടെ വരുന്നത്. ഒന്ന് എയറോബിക് ബാക്ടീരിയാസ്, കാരണം ഓക്സിജൻ വരുന്നുണ്ട്, സൺലൈറ്റ് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഈ വെള്ളത്തിനകത്ത് അടങ്ങിയിട്ടുള്ള എയറോബിക് ബാക്ടീരിയാസ് നമ്മുടെ പോണ്ടിനെ ഓക്സിഡൈസ് വേസ്റ്റിനെ ഓക്സിഡൈസ് ചെയ്യും. പിന്നെ അതുപോലെയുള്ള ആൽഗെ, പായല് അല്ലെ, ആൽഗയും ഓക്സിഡൈസ് ചെയ്യാൻ സഹായിക്കും. സീവേജ് ഇസ് സ്റ്റോർഡ് അണ്ടർ ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. ഈ ആൽഗെ എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? വേസ്റ്റിനെ എടുക്കും അല്ലെ, ഫെർട്ടിലൈസർ പോലെ ഭക്ഷണമാക്കി എടുക്കും. ഓക്കെ. Sewage is stored under climatic conditions like sunshine and warmth, which promote the growth of algae. അതായത് നമ്മുടെ ഈ ഒരു സീവേജ് ഇടുന്നത് എവിടെയാണ്? സൂര്യന്റെ താഴത്ത്, എന്താ പറയാ, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ വളരെ പായൽ ഒരുപാട് ഉണ്ടാവും. Aerobic bacteria obtain oxygen from the atmosphere and use it in the decomposition of organic matter in the sewage. Aerobic bacteria ക്ക് എവിടുന്ന ഓക്സിജൻ കിട്ടുന്നത്? അറ്റ്മോസ്ഫിയറിൽ നിന്ന് അല്ലേ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ ഡിസോൾവ് ആവും വെള്ളത്തിലേക്ക്. എന്നിട്ട് ആ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ നമ്മുടെ എയറോബിക് ബാക്ടീരിയാസ് വേസ്റ്റ് ഡീകമ്പോസ് ചെയ്യാൻ ഉപയോഗിക്കും. Carbon dioxide produced during decomposition under aerobic conditions is taken up by algae for the preparation of required carbohydrates by the action of photosynthesis. നമ്മുടെ ഈ ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഈ ആൽഗെ, നമ്മുടെ ബാക്ടീരിയ പുറത്ത് വിടുക? ഓക്സിജൻ അകത്തേക്ക് എടുക്കും അല്ലെ, ശ്വാസം വലിക്കും. അപ്പൊ പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ. അപ്പൊ ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യും? നമ്മുടെ ആൽഗെ ഫോട്ടോസിന്തസിസിന് വേണ്ടി എടുക്കും അല്ലെ. ചെടികള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഫോട്ടോസിന്തസിസിന് വേണ്ടി എടുക്കുന്നത് അല്ലെ. During the process, algae liberate oxygen. The released oxygen keeps DO content of water at high level. അപ്പൊ നമ്മുടെ ആൽഗെ ഓക്സിജൻ വിടുന്നുണ്ട്. ആ ഓക്സിജൻ എയറോബിക് ബാക്ടീരിയക്ക് എടുക്കാം. അപ്പൊ നമ്മുടെ വെള്ളത്തിൽ ഒരുപാട് ഡിസോൾവ്ഡ് ഓക്സിജൻ ഉണ്ടായിരിക്കും. So aerobic bacteria in turn use this oxygen content for their further growth and decomposition of sewage. അപ്പൊ അഥവാ പായൽ ഇങ്ങനെ വന്ന് ഈ കുളത്തിൽ മുഴുവൻ മൂടി നിന്നാൽ പോലും നമ്മുടെ വെള്ളത്തിനടിയിൽ ഓക്സിജൻ ഉണ്ടാവും. കാരണം ഈ ആൽഗെ മുഴുവൻ ഫോട്ടോസിന്തസിസിന് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ശ്വസിക്കുന്നത്, എന്നിട്ട് ഓക്സിജൻ ആണ് വിടുന്നത് അല്ലെ. അപ്പൊ ആ വിട്ട ഓക്സിജൻ വെള്ളത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ വെള്ളം it contains high concentration of dissolved oxygen. Aerobic bacteria in turn use this oxygen content for their further growth and decomposition of sewage. Thus algae and aerobic bacteria depend on each other. This interdependence is called symbiosis. അപ്പൊ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് അല്ലെ. അതായത് ആൽഗെ ഓക്സിജൻ കൊടുക്കും ബാക്ടീരിയാസിന്, ബാക്ടീരിയാസ് കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കും ആൽഗയ്ക്ക്. അപ്പൊ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയാ? സിംബയോസിസ് അല്ലെ. ഇത് പണ്ട് നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സിംബയോസിസ്. അതുപോലെ പാരസിറ്റിസം എന്നൊക്കെ പറഞ്ഞിട്ട്. പാരസിറ്റിസം പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസം ഒരു ഹോസ്റ്റിന്റെ ശരീരത്തിൽ പോയിട്ട് ഹോസ്റ്റിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്ത് കഴിക്കും. ആ ഹോസ്റ്റിന് ഒരു ഉപകാരം ഉണ്ടാവില്ല ഈ ഒരു ഓർഗാനിസത്തിനെ കൊണ്ട് അല്ലെ, മറിച്ച് ഒരുപക്ഷെ ദോഷം വരെ ഉണ്ടാവാം. അപ്പൊ അതാണ് പാരസിറ്റിസം. നേരെ മറിച്ച് ഈ ഒരു ബാക്ടീരിയ അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ആ ഹോസ്റ്റ് തിരിച്ച് ഇങ്ങോട്ടും, രണ്ടും മ്യൂച്വലി
ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് സിംബയോസിസ് എന്ന് പറയാം. ഇന്റർഡിപെൻഡൻസ്, അതാണ് സിംബയോസിസ്. ഓക്കെ, രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. It reduces the BOD up to 90%. അപ്പോൾ 90% വരെ നമ്മുടെ BOD കുറയും. അതായത് BOD എന്താണ്? ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, അത് which represent the organic waste in the sewage. അല്ലെ, സീവേജിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് മാറ്ററിനെ സൂചിപ്പിക്കുന്നതാണ് BOD. അപ്പൊ ആ ഒരു BOD, അതായത് ഓർഗാനിക് മാറ്റർ ഒരു 90% വരെ റെഡ്യൂസ് ചെയ്യും ഈ ഒരു പോണ്ടിൽ നമ്മൾ ഇങ്ങനെ സീവേജ് ഇടുകയാണെങ്കിൽ. ആവറേജ് സ്ലഡ്ജ് അക്യുമുലേഷൻ ഇസ് അബൌട്ട് 2 to 5 centimeter ഡെപ്ത് പെർ ഇയർ. എത്രയാണ് അവിടെ വരുന്ന സ്ലഡ്ജ് അക്യുമുലേഷൻ? അതായത് അടിയിൽ ഇങ്ങനെ അടിഞ്ഞുകൂടി വരുന്ന സ്ലഡ്ജ്, അത് ഒരു കൊല്ലം 2 to 5 centimeter ഒക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ലീനിങ് എന്ന് പറയുന്നത് ഒരു 6 to 12 കൊല്ലം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു പോണ്ട് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതി. സർഫസ് ഏരിയ വർക്ക്ഡ് ഔട്ട് ബൈ അസ്യൂമിംഗ് സർഫസ് ലോഡിംഗ് of 1000 to 1750 persons per hectare per day, or a suitable value of organic loading ranging between 300 kg per hectare per day for hot climates and 60 kg per hectare per day for cold climates. അപ്പോൾ നമുക്ക് എത്ര ഏരിയ ഒരു പോണ്ടിന് വേണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സർഫസ് ലോഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് എത്രത്തോളം വെള്ളം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർഫസ് ഏരിയ ഓഫ് ദ പോണ്ട് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഓക്സിഡേഷൻ പോണ്ട്. എന്തൊക്കെയാണ് ഓക്സിഡേഷൻ പോണ്ടിന്റെ അഡ്വാൻറ്റേജ് എന്ന് നോക്കാം. Quite suitable for tropical countries like India and also where land cost is low. അപ്പൊ നമുക്ക് ഒരുപാട് സൺലൈറ്റ് കിട്ടുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനത്തെ സൺലൈറ്റ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ലാൻഡിന്റെ കോസ്റ്റ് കുറവാണെങ്കിൽ, സ്ഥലത്തിന്റെ വില കുറവാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്ഥലം ഉണ്ടാവും. അങ്ങനത്തെ ഏരിയാസിലെ നമുക്ക് ഈ പറഞ്ഞ ഓക്സിഡേഷൻ പോണ്ട് നിർമ്മിക്കാൻ സാധിക്കും. പിന്നെ അതുപോലെ ഈ ഒരു ഓക്സിഡേഷൻ പോണ്ടിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ. നമ്മൾ കണ്ടു BOD ഈസ് റെഡ്യൂസ്ഡ് ബൈ 90%. 90% ഓർഗാനിക് മാറ്ററിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഓക്സിഡേഷൻ പോണ്ട് അല്ലെ. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് സിമ്പിൾ ഇൻ ഓപ്പറേഷൻ ആൻഡ് നോ സ്കിൽഡ് ലേബർ ഇസ് റിക്വയർഡ്. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ വെറുതെ നമ്മുടെ വേസ്റ്റ് കൊണ്ട് ഇട്ടാൽ മതി. ഒരു 7 ദിവസം അത് അനക്കാതെ വെക്കുക. അതിനുശേഷം എന്താണ് ക്ലീൻ ചെയ്ത എഫ്ലുവൻ്റ് എടുത്ത് മാറ്റാം. പിന്നെ അതുപോലെ ഇതിന്റെ ക്ലീനിങ് എന്ന് പറയുന്നതും ഒരു 6 കൊല്ലം കൂടുമ്പോൾ ക്ലീൻ ചെയ്താൽ മതി അല്ലേ. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ എളുപ്പമാണ്. അതിനൊരു സ്കിൽഡ് ലേബർ ഒന്നും വേണ്ട. വെറുതെ വെള്ളം എടുത്ത് അതിൽ കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഇനിഷ്യൽ ആൻഡ് മെയിൻ്റനൻസ് കോസ്റ്റ് ആർ ഫൗണ്ട് ടു ബി ലോ. അപ്പൊ വളരെ ചെലവ് ചുരുക്കത്തിലുള്ള ഒരു കാര്യമാണ് അല്ലെ. കാരണം ഒരു പോണ്ട് നിർമ്മിച്ചാൽ മതി അല്ലെ. ഇലക്ട്രിസിറ്റി ചെലവില്ല. അതുപോലെ അങ്ങനെ നമുക്ക് ഇതിലൊന്നും ആഡ് ചെയ്യേണ്ടതില്ല അല്ലെ. They are flexible and do not get upset due to fluctuations in organic loading. അപ്പോൾ ഫ്ലെക്സിബിൾ ആണ്. അതായത് ഏത് ലോഡിങ്ങിലും നമുക്ക് ഏത് സാഹചര്യത്തിലും ഇപ്പോൾ വേസ്റ്റ് വാട്ടറിന്റെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ നമുക്ക് ഈ പോണ്ടിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാം. ആൽഗെ ക്യാൻ ബി ഹാർവെസ്റ്റഡ് ആൻഡ് യൂസ്ഡ് ആസ് ചിക്കൻ ഫീഡ്. ഇതിൽ ആൽഗയൊക്കെ നമുക്ക് വേണമെങ്കിൽ കളക്ട് ചെയ്തിട്ട് തീറ്റയായിട്ടൊക്കെ കോഴിക്കൊക്കെ കൊടുക്കാം അല്ലേ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട് ഈ ഒരു ഓക്സിഡേഷൻ പോണ്ടിന്. ഡിസഡ്വാൻറ്റേജ് എന്താന്ന് നോക്കാം. ലാർജ് ഏരിയ ഓഫ് ലാൻഡ് ഇസ് റിക്വയർഡ് അല്ലെ. ഒരുപാട് സ്ഥലം വേണം.
അപ്പൊ ഈ ഒരു സിനാരിയോയില് അത്ര സ്ഥലം കിട്ടുക എന്ന് പറയുന്നത് തന്നെ അത്ര പോസിബിൾ അല്ല അല്ലെ. പിന്നെ അതുപോലെ മോസ്കിറ്റോ ബ്രീഡിംഗ് മേ ടേക്ക് പ്ലേസ്. അപ്പൊ വെള്ളം കെട്ടിക്കിടന്നാൽ ഇത് ഒഴുക്കില്ല, ഈ വെള്ളത്തിന് ഒഴുക്ക് വരുന്നില്ലല്ലോ. നമ്മളൊരു കുളം പോലെ കെട്ടിയിട്ട് അതിനകത്ത് വെള്ളം ഇടുകയാണ് അല്ലെ, വേസ്റ്റ് വാട്ടർ ഇടുകയാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥലങ്ങളിലാണ് മോസ്കിറ്റോന്റെ കൊതുക് പടരാൻ സാധ്യത അല്ലെ. കൊതുക് അല്ലാതെ മുട്ടയിട്ട് വെക്കും അല്ലെ. The pond may liberate bad odor when normal working gets upset. പിന്നെ അതുപോലെ തന്നെ ആ ഒരു പോണ്ടിൽ നിന്ന് അടുത്ത് വല്ല വീടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടിലൊന്നും നിൽക്കാൻ സാധിക്കില്ല അല്ലെ, ഈ വേസ്റ്റിന്റെ മണം കൊണ്ട്. ഓക്കെ, കാരണം ഇത് ഓപ്പൺ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ദുർഗന്ധം കാരണം ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഓക്സിഡേഷൻ പോണ്ടിന്റെ ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഓക്സിഡേഷൻ ഡിച്ചസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു.